ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 29, നമ്മളൊരു ന്യൂ ഇയറിലേക്ക് പുതിയൊരു പുതുവർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും പുതിയൊരു പുതുവർഷം 2025 നമ്മുടെ മുന്നിൽ പിറവിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് എൻ്റെ ഒരു വീഡിയോയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 3-4 മാസമായിട്ട് നാട്ടിലെത്തിയ പിന്നെ കുറച്ച് ബിസി ആയിരുന്നു. കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ പിക്കപ്പായി വരുന്നുണ്ടായിരുന്നു. പുല്ലുവെട്ട്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പുല്ലുവെട്ട് ഒരു ജോലിയായിട്ട് ഞാൻ തിരഞ്ഞെടുത്തു. പിന്നെ അതുപോലെ തന്നെ ടാക്സിയൊക്കെ ഓടിക്കാൻ പോകുന്നുണ്ടായിരുന്നു, പ്രൈവറ്റ് വണ്ടികൾ ഓടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ല രീതിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അത്യാവശ്യം തിരക്കില്ലാത്ത വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും വർക്കും കാര്യങ്ങളൊക്കെ നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ പുതിയൊരു കാര്യത്തിലേക്കും കൂടി കിടക്കുകയാണ്. ആ ഒരു പുതിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നെൽകൃഷിയുടെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഇഷ്യൂസൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ നെൽകൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് പച്ചക്കറി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ട്സ്, അതായത് ഇന്ന് കൃഷിക്കാർ അനുഭവിക്കുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പ്രൊഡക്ട്സുകൾക്ക് നല്ല വില കിട്ടാതിരിക്കുക, മാർക്കറ്റിൽ അവരെ ചൂഷണം ചെയ്യുക, ഇടനിലക്കാർ ചൂഷണം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കൃഷിക്കാർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ് ഇവിടെ. അതിന് എന്താ പറയുക, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ്, ഞാൻ പറഞ്ഞല്ലോ നെൽകൃഷി ചെയ്യുന്നുണ്ട്, പച്ചക്കറി ചെയ്യുന്നുണ്ട്. അപ്പോൾ നെൽകൃഷിയുടെ എന്താ പറയുക, പച്ചരി, അതായത് നെല്ല് ഉണക്കി കുത്തിച്ചിട്ട് പച്ചരി ആക്കിയിട്ട് കുറച്ച് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ബ്രാൻഡഡ് മറ്റുള്ള കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, ഇതിൻ്റെ മാർക്കറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് വേണം ബാക്കി ഫർദർ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അത് നെൽകൃഷി മാത്രമല്ല, പച്ചക്കറി മറ്റുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഞാനിത് കുറച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ നെല്ല് കുത്തിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ നെല്ല് കുത്തിച്ച് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകളിലേക്ക് ഞങ്ങൾക്ക് ആ പച്ചരി കൊടുക്കാൻ കഴിയും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാനപ്പോൾ അതിൻ്റെ പച്ചരി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ കുത്തിച്ച് കൊണ്ടുവന്ന് ഒരു ഡബ്ബയിലേക്ക് മാറ്റി വിട്ടിരിക്കുന്ന, അത് ചാക്കിലായിരുന്നു, ചാക്കിൽ നിന്ന് ഡബ്ബയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പച്ചരിയാണത്. ഓക്കെ, ഇതാണ് പച്ചരി. അതായത് ചെറുവാളൂർ, തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടിക്കടുത്ത് ചെറുവാളൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പാടത്ത് വിത്ത് വിതച്ച് കൃഷി ചെയ്ത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെല്ലിൽ നിന്നും ഉണക്കി കുത്തിച്ചെടുത്ത് കൊണ്ടുവന്ന പച്ചരിയാണിത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരിക. അപ്പോൾ നല്ല പച്ചരി, നാടൻ പച്ചരി, വേറെ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ കൊണ്ടുവന്നിട്ടുള്ള പച്ചരി അല്ല അത്. അപ്പോൾ നാടൻ പച്ചരി വേണ്ട ആളുകൾ നമ്മളെ സമീപിക്കുക. നമ്മുടെ നമ്പറും കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് രാവിലെയൊക്കെ എന്താ പറയുക, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള പലഹാരങ്ങൾ നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.